ഓം ശാന്തി. ഒരിക്കൽ ഒരു സ്കൂളിൽ ഒരു പുതിയ അധ്യാപകൻ വന്നു. ആ അധ്യാപകൻ പുറമേ കാഴ്ചയിൽ വളരെ സാധാരണമായി, വലിയ ആഡംബരപൂർണമായ കോസ്റ്റ്ലി കോസ്റ്റ്യൂംസ് ഒന്നും ധരിക്കുന്നില്ല, ക്ലാസ്സിൽ അമിതമായ ശബ്ദത്തിൽ സംസാരിക്കുന്നില്ല, പുറമേ വലിയ ഭാവങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്നാൽ അദ്ദേഹം ഏത് ക്ലാസ്സിലേക്കാണോ പ്രവേശിക്കുന്നത്, അപ്പോൾ ആ ക്ലാസ്സിന്റെ മുഴുവൻ അന്തരീക്ഷവും ചേഞ്ച് ആവും. അദ്ദേഹം കുട്ടികളെ വളരെയധികം സ്നേഹത്തോടു കൂടി പരിപാലിച്ചു. ആ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടികൾക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി, എവിടെ നിന്നോ ആഴത്തിലുള്ള സ്നേഹത്തിന്റെ സ്പർശം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ അധ്യാപകനിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്നേഹത്തിന്റെ വൈബ്രേഷൻ ഞങ്ങളിലേക്ക് വരുന്നു. കാരണം ആ അധ്യാപകനിൽ കുട്ടികളെ പ്രതി ഉണ്ടായിരുന്നത് വളരെ സത്യമായ സ്നേഹമായി. ആ അധ്യാപകന്റെ കണ്ണുകളിൽ എപ്പോഴും തിളക്കമുണ്ടായിരുന്നു. തൻ്റെ ക്ലാസ്സിലെ ഓരോ കുട്ടികളെയും അദ്ദേഹം റെസ്പെക്ട് ചെയ്തിരുന്നു. തൻ്റെ ഓരോ കുട്ടികളും വിശേഷപ്പെട്ടവരാണെന്നുള്ള ഉയർന്ന കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം കുട്ടികളെ വീക്ഷിച്ചു. വഴക്ക് പറയില്ല, കുട്ടികളെ കളിയാക്കില്ല, അവരെ നിരുത്സാഹപ്പെടുത്തില്ല, അവർക്കും റെസ്പെക്ട് കൊടുത്തു. കേവലം അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുക മാത്രമായിരുന്നില്ല, സ്നേഹജലം കൊണ്ട് കുട്ടികളെ നനയ്ക്കുകയായിരുന്നു, അവരെ വളർത്തുകയായിരുന്നു, പരിപാലിക്കുകയായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ആ അധ്യാപകൻ ഏറ്റവും പ്രിയങ്കരനായി മാറി. ഒരു ദിവസം ഒരു കുട്ടി വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, സർ, അങ്ങയിൽ നിന്ന് ഞങ്ങൾ അസാധാരണമായി എന്തൊക്കെയോ അനുഭവിക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നത്? ഞങ്ങൾക്കും അങ്ങയെപ്പോലെ ആകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ എന്താ ചെയ്യണം? ഇവിടെ തന്നെ അധ്യാപകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തും, ഞാൻ കേവലം ഒരു അധ്യാപകൻ മാത്രമല്ല, ഞാൻ സ്നേഹത്തിന്റെ ഒരു മാധ്യമമാണ്. ഞാൻ എപ്പോൾ സ്റ്റേജിലേക്ക് വരുന്നു, അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു, അപ്പൊ എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ പിതാവായ ഈശ്വരനെ, എൻ്റെ ഈശ്വരനാകുന്ന ഗുരുവിനെ, എൻ്റെ പരമാത്മാവിനെ ഞാൻ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കും. ആ സ്നേഹത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ നല്ലതുപോലെ നിറയ്ക്കും. എന്നിട്ട് ആ സ്നേഹത്തിന്റെ ദൃഷ്ടിയോടുകൂടിയാണ് ഞാൻ എല്ലാവരെയും നോക്കുന്നത്. സംസാരിക്കുമ്പോഴും നോക്കുമ്പോഴും നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴുമെല്ലാം ഞാൻ ആ സ്നേഹത്തിന് അനുഭൂതി ചെയ്യുന്നു. ആ ഞാൻ അനുഭവിക്കുന്ന സ്നേഹം എന്താണോ ആ അനുഭവമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, മറ്റൊന്നുമല്ല. അപ്പൊ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ സത്യമായ സ്നേഹം ഉണ്ടാകുന്നത്, ലൗകികത്തിലോ ആധ്യാത്മികതയിലോ എവിടെയായിക്കോട്ടെ, ആ സ്നേഹപൂർണമായ അല്ലെങ്കിൽ സ്നേഹസമ്പൂർണമായ വ്യക്തിത്വം ഒരു പ്രത്യേക തിളക്കമുള്ളതായി മാറും. അങ്ങനെയുള്ളവർ ഏത് ഫീൽഡിലെത്തുമ്പോഴും അവരുടെ വ്യവഹാര സ്ഥലം, ഓഫീസ്, വീട് എവിടെ ആയിക്കൊള്ളട്ടെ, അവരിൽ നിന്നെല്ലാം ഈ സ്നേഹത്തിന്റെ കിരണങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സ്നേഹത്തെ ഉണർത്തൂ, സ്നേഹത്തോടുകൂടി ഓരോ വ്യവഹാരങ്ങൾ ചെയ്യൂ. സ്നേഹത്തിന്റെ മാധ്യമത്തിലൂടെ നമുക്ക് ലോകത്തെ തന്നെ പരിവർത്തനപ്പെടുത്താം. അവ്യക്ത ബാബ്ദാദ പറയുന്നു, ലൗകികമായ രീതിയിൽ ആർക്കെങ്കിലും ഒരാളുടെ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാം അവരുടെ മുഖത്ത് ആ തിളക്കം, അവരുടെ കണ്ണുകളുടെ ഒരു തിളക്കം, വാക്കിന്റെ എക്സ്പീരിയൻസ്, അത് സംഭാഷണത്തിൽ മനസ്സിലാകും, കണ്ണിലെ തിളക്കം കാണാൻ സാധിക്കും. അതേപോലെ നമ്മളും ഒരു പരമാത്മാവിന്റെ പ്രീതമയായി മാറി ആ ഭഗവാന്റെ സ്നേഹത്തിൽ ലയിച്ചിരുന്നു കൊണ്ട് നമ്മുടെ കർത്തവ്യ മണ്ഡലത്തിലേക്ക് വരൂ, കർമ്മമാർഗത്തിലേക്ക് വരൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്രത്തോളം പരമാത്മാവിന്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട്, ആ സ്നേഹം പതുക്കെ പതുക്കെ നമ്മുടെ നയനങ്ങളിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തേക്ക് ഇമർജ് ചെയ്യും. അത് മറ്റുള്ളവരെ സ്വാധീനിക്കും. ആ സ്നേഹത്തിൽ മറ്റുള്ളവരെ നമുക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കാനും സാധിക്കും. അവ്യക്ത ബാബ്ദാദയുടെ ഈ പോയിന്റ് നമുക്ക് നൽകുന്ന മോട്ടിവേഷൻ എന്താണ്? സത്യമായ സ്നേഹം അല്ലേ? ആ സ്നേഹം നമ്മൾ ആത്മാവിൽ വർദ്ധിപ്പിക്കുക. സത്യമായ സ്നേഹം ഒരിക്കലും തോറ്റുപോകില്ല, അതൊരിക്കലും ഡ്രൈ ആയി പോകില്ല. നമ്മൾ ഏതൊരു കാര്യത്തിലോ സേവനത്തിലോ
വ്യക്തികളുമായി ഇടപെടുമ്പോഴോ ആ പ്രേമത്തോടെ വ്യവഹാരം ചെയ്യൂ. അപ്പോൾ സ്നേഹം നമ്മുടെ ആ മുഖത്ത് അത് പ്രതിഫലിക്കും. നമ്മുടെ കണ്ണുകളിൽ എൻ്റെ തിളക്കമുണ്ടാകും. നമ്മുടെ സംഭാഷണത്തിലും ആ സ്നേഹത്തിന്റെ വൈബ്രേഷൻ ഉണ്ടാവും. ഇതൊരിക്കലും ഡ്രൈ ആയി പോകുന്ന സാധനമല്ല, അത് പുറത്തേക്ക് വരും. പിന്നെ ഭഗവാൻ പറയുന്നു, ഓരോ കാര്യവും പ്രേമപൂർവകമായി ചെയ്യൂ, സ്നേഹയുക്തമായി നമ്മൾ ചെയ്യൂ. നമുക്ക് എന്തെല്ലാം ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ലഭിച്ചിട്ടുണ്ടോ അതെൻ്റെ ജോലി മാത്രമാണ് എന്നുള്ള ഭാവനയിൽ ചെയ്യാതെ, ഞാൻ സ്നേഹത്തിന്റെ മീഡിയമാണ്, ഞാൻ സ്നേഹത്തിന്റെ ഒരു അവതാരമാണ്, ഞാൻ നിമിത്തമാണ് എന്നുള്ള ഭാവത്തിൽ ചെയ്തു നോക്കിക്കോളൂ. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഹൃദയസ്പർശിയായി മാറും. പിന്നെ മൂന്നാമതായി, സ്നേഹത്തിന്റെ ശക്തി എന്താണ് അത് മനസ്സിലാക്കൂ. അതൊരു മാഗ്നറ്റ് പോലെയാണ്. ആരെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ ശക്തിയാണ് സ്നേഹം. ഇതൊരു അമ്പ് പോലെയാണ്, നല്ല മൂർച്ചയുള്ള അമ്പ്. അതെവിടെ കൊണ്ടിട്ടുണ്ടോ അവിടെ ഹൃദയത്തിൽ അത് തറച്ചുകൊള്ളും. മുറിവേൽക്കത്തക്ക അല്ലെ മുറിവ് ഏൽപ്പിക്കത്തക്ക തരത്തിലുള്ള ഒരു മൂർച്ചയുള്ള അമ്പാണ് ശരിക്കും സ്നേഹം. മറ്റുള്ളവരുടെ മനം കവരുവാനുള്ള ശക്തി സ്നേഹം എന്ന ഗുണത്തിനുണ്ട്. നാലാമതായി, നമ്മൾ പരമാത്മാവിന്റെ സ്നേഹത്തിൽ സദാ ലയിച്ചിരിക്കൂ. ലോകത്തിൽ തന്നെ എങ്ങനെയാണല്ലോ, ഒരു കലർക്കാനെ കാമുകൻ കാമുകി കണ്ണുകളിൽ അറിയാൻ സാധിക്കും ഒരാള് മറ്റൊരാളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. അവരുടെ വാക്കുകളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പരസ്പരം അവർ സഹകരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ അത് കാണാൻ സാധിക്കും. ഒരാൾ മറ്റൊരാളെ നിരന്തരം ഓർമ്മിച്ചു കൊണ്ടിരിക്കും, ആ ആകർഷണത്തിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഈ 4 പ്രകാരത്തിലുള്ള ധാരണകൾ എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നോ അപ്പോൾ നമുക്കും പരമാത്മാ സ്നേഹത്തിൽ ലയിച്ചിരുന്ന് നമ്മുടെ സേവന മണ്ഡലത്തിലും ജീവിതത്തിലും നല്ലൊരു സ്നേഹത്തിന്റെ മൂർത്തിയായിരുന്നു കൊണ്ട് സർവ്വ ആത്മാക്കളെയും നമ്മളിലേക്ക് ആകർഷിച്ച് അവരെയും തനിക്ക് സമാനമാക്കി തീർക്കാൻ സാധിക്കും. ഈ വിശേഷപ്പെട്ട ധാരണ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് അവ്യക്ത പാലനയ്ക്ക് കുട്ടികളായി നമ്മൾ ഭഗവാന് കൊടുക്കേണ്ടുന്ന റിട്ടേൺ. ഓം ശാന്തി.